കല്ലുകടവ് ദുർഗാഭദ്രകാളി ക്ഷേത്രത്തിലെ 11ാമത് കലശവാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഭക്തിനിർഭരമായ പൊങ്കാലയുടെ ചില ദൃശ്യങ്ങളാണ് ഈ വീഡിയോ. കൊടുങ്ങല്ലൂർ അമ്മയുടെ പൂർണ്ണ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണല്ലോ വയലാറിലെ കല്ലുകടവ് ക്ഷേത്രം. 2025 മെയ് മാസം 27-ാം തീയതി പുലർച്ചെ ഗണപതി ഹോമത്തോടെ ക്ഷേത്രത്തിലെ കലശവാർഷിക ചടങ്ങുകൾ ആരംഭിച്ചു. കഴിഞ്ഞ 2 ദിവസവും കനത്ത മഴയായിരുന്നു. എന്നാൽ ഗണപതി ഹോമം ആരംഭിച്ചതോടെ ഇടവപ്പാതി കാർമേഘങ്ങൾ വകഞ്ഞു മാറ്റി എന്നതുപോലെ തെളിഞ്ഞ അന്തരീക്ഷം ഒരുക്കിത്തന്നത് ദേവീ കടാക്ഷമല്ലാതെ മറ്റൊന്നും പറയാനില്ല. മഴയെ പേടിച്ച് മുൻകൂട്ടി ഒരുക്കിയ പന്തലിൽ നിറഭക്തിയോടെ വ്രതമെടുത്തെത്തിയ സ്ത്രീകൾ പൊങ്കാല അടുപ്പുകൾ കൂട്ടി. മനമുരുകിക്കരയുന്ന മംഗമാരുടെ മനസ്സിലെ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല. അമ്മയുടെ തിരുസന്നിധിയിൽ മകൾ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധമായാണ് കരുതിപ്പോരുന്നത്. പുതിയ കലവും നാളികേരവും തേങ്ങയും ശർക്കരയും അങ്ങിയും ചേർന്ന പഞ്ചഭൂത സമ്മേളനത്തിൽ രൂപപ്പെടുന്ന വിശിഷ്ടമായ ഒരു വഴിപാട്. തൻ്റെ ഭർത്താവായ കോവലനെ അന്യായമായി വധിച്ച പാണ്ഡ്യരാജാവിനെ വധിച്ച് മധുരാനഗരം ചുട്ടരിച്ചെത്തുന്ന ഭദ്രകാളി സ്വരൂപിണിയായ കന്നകയെ സ്വീകരിച്ച് കിള്ളിയാറിൻ്റെ തീരത്ത് വെച്ച് അവിടുത്തെ സ്ത്രീകൾ സൽക്കരിച്ച് ആശ്വസിപ്പിക്കുന്നതിൻ്റെ സ്മരണ പുതുക്കൽ കൂടിയാണ് ഓരോ പൊങ്കാലയും. മഹിഷാസുരനെ വധിച്ച ഭദ്രകാളിയെ സ്ത്രീകൾ പൊങ്കാലയർപ്പിച്ച് സ്വീകരിച്ചു എന്ന മറ്റൊരു ഐതിഹ്യവും ഇതിന് പിന്നിലുണ്ട്. നിറഭക്തിയിൽ ആറാടി നിന്ന അസംഖ്യം ഭക്തർ പതിവ് പോലെ കലശവാർഷികത്തിൽ പങ്കുചേർന്ന് സർവൈശ്വര്യപ്രദമായ പൊങ്കാലയർപ്പിച്ച് ഈ വർഷത്തെയും അവിസ്മരണീയമാക്കി.